കനവും കനിവും കിനാവും തമ്മിൽ എന്താണ് അകലം എന്ന് ചോദിച്ചപ്പോൾ കവിஞർ കണ്ണദാസൻ ഒരിക്കൽ പറഞ്ഞു, ഒരു കാതം. ആ കാതം എത്രത്തോളം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഒരു വീർപ്പിൽ നിന്ന് മറ്റൊരു വീർപ്പിലേക്ക്, ഹൃദയത്തിൻ്റെ ഒരു തുടിയിൽ നിന്ന് ഒരു തുടിയിലേക്ക്, ഒന്നില്ലാതെ മറ്റൊന്ന് പൂർണ്ണമാവില്ല എന്ന പാരസ്പര്യത്താൽ ബന്ധിതമായ വിധത്തിലുള്ള അതിൻ്റെ ചാക്രികമായ താളത്തിൻ്റെ ഭാഗമായുള്ള അകലം. കണ്ണൊന്ന് ഇമയടയ്ക്കാതെ ഇമ തുറന്നു പിടിച്ചാൽ കാഴ്ചയുടെ സുതാര്യതയ്ക്ക് മങ്ങലേൽക്കുമെന്ന് പറഞ്ഞതുപോലെ അർത്ഥതലങ്ങൾക്ക് ചില ഇടവേളകൾ, ചില അർദ്ധവിരാമങ്ങൾ ചേർത്തുകൊണ്ടാണ് എന്നും പ്രകാശനം. ഇത് ഏറ്റവും അർത്ഥപൂർണമാവുക സംഗീതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ്, ഗാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്, ആലാപനത്തിൻ്റെ ആ ഗരിമ ആത്മാവിലേക്ക് നാം ഉൽവേശിപ്പിക്കുമ്പോഴാണ്. അതെ, ഗാനം അമൃതാകുന്നത് അത് ആത്മാവിന് ചൈതന്യം പകരുമ്പോഴാണ്. വിശ്വാസി സമൂഹത്തിൻ്റെ ചരിത്രം പറയുന്നു, ക്രൈസ്തവ മതസ്ഥാപനത്തിന് ശേഷം അതിനെ വ്യവസ്ഥവൽക്കരിക്കപ്പെടുന്നതിനും ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി ഒരുപക്ഷെ ആദ്യ സഭാപിതാവായ പത്രോസിനേക്കാളും സഭയുടെ ചിട്ടവട്ടങ്ങൾ രൂപപ്പെടുത്തിയ പൗലോസിനേക്കാളും ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ യാത്രകൾ നടത്തിയിട്ടുള്ളതും വിശുദ്ധ മാതാവിന് അകമ്പടിയായി ചേർന്ന യോഹന്നാനും കൂടിയാണെന്നുള്ളതാണ്. ഏതായാലും സ്വാന്തനം തേടി നാം എത്തുന്നത്, അഭയം തേടി നാം എത്തുന്നത് ജീവിതത്തിലെന്ന പോലെ മാതൃസന്നിധിയിലാണ്. ലോകരക്ഷകന് ജന്മം നൽകിയ അമ്മ, ലോകത്തിൻ്റെ അമ്മ, ക്രിസ്തു കുരിശിൽ കടന്നുകൊണ്ട് തൻ്റെ പ്രിയ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ എന്ന്. തൻ്റെ ശിഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞു, ഇതാ നിൻ്റെ മകനെന്ന്. യോഹന്നാൻ എന്ന ഏക വ്യക്തിത്വത്തെക്കുറിച്ചല്ല ക്രിസ്തു അവിടെ അന്ന് സൂചകമായി പറഞ്ഞത്. യോഹന്നാൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ തൻ്റെ വിശ്വാസ ധാരയിൽ ഉൾച്ചേർന്ന് വരാനിരിക്കുന്ന നാം അടക്കമുള്ള സമസ്ത വ്യക്തിത്വങ്ങളെയും കൂടെ ചേർത്താകാം. നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്, മനുഷ്യകുലത്തിൻ്റെ അമ്മയാണ് മേരി മാതാവ്, ലോകമാതാവ് എന്നായിരിക്കണം രക്ഷകൻ തൻ്റെ അന്ത്യമൊഴികളുടെ ഭാഗമായി അന്ന് മൊഴിഞ്ഞത്. വയലാർ ഗാനങ്ങൾ എഴുതിയ ചെമ്മീൻ എന്ന സിനിമയിലൂടെയാണ് വങ്കനാടിൻ്റെ പുത്രനായി വന്ന് ഹിന്ദി ചലച്ചിത്ര മേഖലയെ മോഹിപ്പിക്കുന്ന സംഗീതം കൊണ്ട് ആറാട്ടിലാടിച്ച സലീൽ ചൗധരി കേരളക്കരയിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് അദ്ദേഹം വയലാറിനോടൊപ്പവും ശ്രീകുമാരൻ തമ്പിയോടൊപ്പം ചലച്ചിത്രങ്ങളിലും സഹകരിച്ചുകൊണ്ട് നിരവധി മനോഹരങ്ങളായ ഗാനങ്ങൾ നമുക്ക് തന്നു. ഏറെക്കുറെ വയലാറിന് ശേഷം ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ സലീൽ ദായുമായി സഹകരിച്ചിട്ടുള്ളത് ONV സാറാണ്. പക്ഷെ ഇവർക്കിടയിൽ അപൂർവമായി മാത്രമെങ്കിലും പി ഭാസ്കരനും സലീൽ ചൗധരിയും തമ്മിൽ ചലച്ചിത്ര വേഴ്ചകൾ നടക്കുകയുണ്ടായി. അപ്രകാരം അപൂർവങ്ങളിൽ അപൂർവം എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരുന്ന ആ ചലച്ചിത്ര വേഴ്ചയുടെ ഒരു സാക്ഷ്യമാണ് അപരാധി എന്ന ചലച്ചിത്രം. അതിനുവേണ്ടി പി ഭാസ്കരൻ എഴുതി സലീൽ ചൗധരി ഈണം പകർന്ന ഒരു ഗാനമാണ് നാം ഇനി കേൾക്കാൻ പോകുന്നത്. ബംഗാളി സംഗീതത്തിൻ്റെ കുറേ കൂടി കൃത്യതയോടുകൂടി പറഞ്ഞ രവീന്ദ്ര സംഗീതത്തിൻ്റെ മടിത്തട്ടിൽ ഹിന്ദുസ്ഥാനി സംഗീതം പെയ്തിറങ്ങി. ആ സംഗീതം ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തി ക്രൈസ്തവ സംഗീതത്തിൻ്റെ ഗ്രിഗോറിയൻ ധാരയെ പുൽകിക്കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന ഭാവഗരിമയ്ക്ക് ആകാശം പോലും അതിരുകളല്ല എന്ന് സലീൽ ചൗധരി സാക്ഷ്യപ്പെടുത്തുന്നു. പി ഭാസ്കരൻ്റെ വരികളിലൂടെ അദ്ദേഹം തൻ്റെ എഴുന്നള്ളത്ത് നിവർത്തിക്കുന്നു. അവയ്ക്ക് ആ എഴുന്നള്ളപ്പിന്, ആ സംഗീത നിറവിന് ശബ്ദം പകരുന്നത് ലതാ രാജു, സുജാത മോഹൻ, മാസ്റ്റർ ശ്രീജിത്ത്. ഇവിടെ ഈ ഗാനം നമുക്ക് വേണ്ടി മെറിൻ ആലപിക്കുന്നു.
ജീവിതത്തിൽ നിരീശ്വരവാദിയായിരുന്നു വയലാർ കോവിലകത്തെ രാമവർമ്മ തമ്പുരാൻ. കുട്ടൻ എന്ന് പേരിട്ട് വിളിക്കുന്ന രാമവർമ്മ തമ്പുരാൻ. പക്ഷെ മലയാളത്തിലെ ഏറ്റവും നല്ല ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുള്ള 2-3 കവികളുടെ പേര് പറഞ്ഞാൽ അതിലാദ്യത്തെ പേര് വയലാറിൻ്റേതാണ്. വേണമെങ്കിൽ സമസ്ഥാനം നമുക്ക് പി ഭാസ്കരന് പകർത്ത് കൊടുക്കാം. ഞാനൊരിക്കൽ എൻ്റെ വിദ്യാർത്ഥി നാളുകളിൽ അദ്ദേഹത്തെ പരിചയപ്പെടുവാൻ ഇടവന്നപ്പോൾ വയലാർ രാമവർമ്മയോട് ചോദിച്ചിട്ടുണ്ട്, നിരീശ്വരവാദിയായ അങ്ങക്ക് എങ്ങനെയാണ് ജാതി മതഭേദമന്യേ ഒരു മുസ്ലിം ഭക്തിഗാനം എഴുതിയാലും ഹൈന്ദവ ഭക്തിഗാനം എഴുതിയാലും ക്രൈസ്തവ ഭക്തിഗാനം എഴുതിയാലും ഇത്രമാത്രം ആത്മാർത്ഥമായി അതിൻ്റെ ഭാവങ്ങളുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിൽ ലയിച്ചുകൊണ്ട് അക്ഷരങ്ങളെ വിരൽത്തുമ്പിൽ അമ്മാനം അടിക്കുവാൻ കഴിയുന്നു. പുള്ളി പറഞ്ഞു, വയലാർ പറഞ്ഞു, ഞാൻ എഴുതുന്നത് എൻ്റെ ഭാഷ്യമല്ല, കഥാപാത്രത്തിൻ്റെ ഭാഷ്യമാണ്. കഥാപാത്രത്തിൻ്റെ ആത്മാവ് ആ ഭക്തി ഭാവത്തിലാണ് മുഴുകി നിൽക്കുന്നതെങ്കിൽ ആ ഭാവത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുകയും എൻ്റെ യുക്തിബോധത്തിന് ഭക്തിയുമായി സമവായപ്പെടുത്തിക്കൊണ്ടുണ്ടാക്കാൻ കഴിയുന്ന അതിമനോഹരങ്ങളായ രൂപകങ്ങളെ തേടി എൻ്റെ മനസ്സ് പ്രപഞ്ചത്തിൻ്റെ പരമ്പൊരുളിനെ പരമമായ ഉണ്മയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് ലഭിക്കുന്ന അമൃതവർഷമാണ് എൻ്റെ കവിതകൾ, എൻ്റെ വരികളെന്നാണ്. ഇത് തന്നെയാണ് ഈശ്വരവിശ്വാസികളായ കവികൾക്കും ഏറ്റുപറയുവാനുള്ളത്. ഈശ്വരനിൽ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് മറ്റൊന്നായി മാറ്റിവെച്ചുകൊണ്ട് ഈശ്വര സങ്കല്പത്തെ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനധാരയുടെ പ്രഭവസ്ഥാനം എന്ന സങ്കല്പത്തിലേക്ക് നിവേശിപ്പിച്ച് നോക്കുമ്പോൾ വയലാർ രാമവർമ്മ പറഞ്ഞതും നമ്മുടെ ഭക്തകവികൾ പറയുന്നതും പ്രപഞ്ചം സൃഷ്ടിച്ച മഹാസത്യമേ, ഇതാ ഞാൻ കൈകൂപ്പി നിന്ന് നിന്നെ പ്രണമിക്കുന്നു എന്നാണ്. വയലാർ രാമവർമ്മ ഒരുപക്ഷെ എഴുതിയിട്ടുള്ള ക്രൈസ്തവ ഭക്തിഗാനങ്ങളിൽ ബൈബിളിൻ്റെ അന്തസത്തയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അദ്ദേഹത്തിന് പകർന്നു നൽകാൻ കഴിഞ്ഞിട്ടുള്ള സ്നാപക യോഹന്നാൻ്റെ തലയറുത്ത് കൊണ്ടുവരുവാൻ പറഞ്ഞിട്ട് അന്ന് ശലോമി ഒരു മോഹിനിയാട്ടം ആടി എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഈ കൊച്ചു കേരളത്തിൽ നിന്നുകൊണ്ട് ഗായികയെ കൊണ്ട് ആലപിപ്പിക്കുവാൻ അദ്ദേഹം ഒരു അക്ഷര വൃത്തം ചമയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എല്ലാ സംസ്കാരങ്ങളെയും മലയാളത്തിൻ്റെ ആ മധുര മൊഴിവട്ടത്തിലേക്ക് നിവേശിപ്പിച്ചെടുക്കുന്ന കവി ബിരുദിൻ്റെ സാക്ഷ്യം തന്നെയാണ്. ഇതാ കവി ബൈബിളിനെ അനുധ്യാനം ചെയ്തുകൊണ്ട് നമുക്കായി ഗാനമൊരുക്കിയിരിക്കുന്നു. അതിന് സംഗീതം പകരുന്നത് മറ്റൊരു തമ്പുരാനാണ്, LPR വർമ്മ. ഏറെ പാട്ടുകളൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ലെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുള്ള പല പാട്ടുകളും വളരെ ശ്രദ്ധേയങ്ങളായ പാട്ടുകളാണ്. ഒരുപക്ഷെ വയലാറിനോടൊപ്പം ദേവരാജനും ബാബുരാജും അടങ്ങുന്ന സംഗീത സംവിധായകർ, കെ രാഘവനും അടങ്ങുന്ന ദക്ഷിണാമൂർത്തിയും അടങ്ങുന്ന സംഗീത സംവിധായകർ ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ LPR വർമ്മയും വയലാറും ചേർന്നൊരുക്കിയ ഗാനങ്ങൾ വേണ്ട വിധം ശ്രദ്ധിക്കപ്പെടാതെ പോയതാകാം. ഏതായാലും LPR വർമ്മയും വയലാറും ചേർന്നുള്ള സംഗീതദ്വയത്തിൻ്റെ ഏറ്റവും മികച്ച ഗാനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു തൊട്ടാവാടി എന്ന ചലച്ചിത്രം. ആ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഘനഗംഭീരമായ ഒരു ഭാവഗാനം. ആകാശച്ചെരുവിൽ മേഘങ്ങൾക്കിടയിൽ അത്യുന്നതങ്ങളിൽ ചുറ്റുപാടുമെമ്പാടും പരമ്പൊരുളിനെ തേടി കനിവായി മണ്ണിലേക്ക് ഇറങ്ങി വന്ന രക്ഷകൻ നമ്മുടെ കണ്ണീരൊപ്പുവാനും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും വേണ്ടി നടത്തിയ യാഗത്തിൽ പ്രത്യുപകാരത്തിന് പകരം കൃതജ്ഞതയുടെ ഏറ്റവും വൃത്തികെട്ട പ്രതിഭവമായി അദ്ദേഹത്തിൻ്റെ പാനപാത്രത്തിൽ കയ്പുനീർ നിറച്ചു നൽകിയ നമ്മുടെ ആ നെറിവുകേടിന്, ആ മഹാപാപത്തിന് ക്ഷമയരന്നുകൊണ്ട് പിതാവേ, ഈ പാനപാത്രം എന്ന് പറഞ്ഞ് സർവേശ്വരൻ്റെ മുമ്പിൽ, പ്രപഞ്ച നിയന്താവിൻ്റെ മുമ്പിൽ ആത്മഗതം തുടരാനാവാതെ ഗൽഗതം മൂലം വീർപ്പ് മുട്ടുന്ന ഒരു കഥാപാത്രത്തിൻ്റെ മനസ്സിൻ്റെ ധാരകളെയാണ് ഈ വരികളിലും അവയിൽ നിവേശിതമായ സംഗീതവും നമുക്ക് പകർന്നു തന്നത്. യേശുദാസ് അതിശ്രേഷ്ഠമായി ആലപിച്ച ഗാനം അല്പം പോലും പുറകിലല്ലാതെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് തൻ്റെ സംഗീത സമർപ്പണം കൊണ്ട് ഇവിടെ നമുക്ക് വേണ്ടി പാടി നമ്മെ ധന്യരാക്കിയത് വിൽസൺ പിറവമാണ്. പിതാവേ, പിതാവേ, ഈ പാനപാത്രം
പിതാവേ പിതാവേ ഈ പാനപാത്രം തിരിച്ചെടുക്കേണമേ. പിതാവേ പിതാവേ ഈ പാനപാത്രം തിരിച്ചെടുക്കേണമേ. പിതാവേ പിതാവേ ഈ പാനപാത്രം തിരിച്ചെടുക്കേണമേ. ആകാശമേഘങ്ങൾക്കിടയിൽ അത്യുന്നതങ്ങളിൽ, ആകാശമേഘങ്ങൾക്കിടയിൽ അത്യുന്നതങ്ങളിൽ അങ്ങയെ തൃക്കൺ പാർത്തു വന്ന ഭൂമിക്കു പണ്ടിതു ഭിക്ഷ നൽകിയതല്ലേ, അങ്ങ് ഭിക്ഷ നൽകിയതല്ലേ. സ്വീകരിക്കൂ സ്വീകരിക്കൂ എൻ്റെ പ്രാണന്റെ മെഴുകുതിരി പൂരുകുമി പാനപാത്രം. പിതാവേ പിതാവേ ഈ പാനപാത്രം തിരിച്ചെടുക്കേണമേ. പിതാവേ പിതാവേ ഈ പാനപാത്രം തിരിച്ചെടുക്കേണമേ. നിശബ്ദ ദുഃഖങ്ങൾക്കിടയിൽ നിത്യശൂന്യതയിൽ, നിശബ്ദ ദുഃഖങ്ങൾക്കിടയിൽ നിത്യശൂന്യതയിൽ എൻ്റെ ഈ അസ്ഥികളഴിയിട്ട കൂട്ടിനകത്തിതു കൈപ്പു നിറച്ചു തന്നു, അങ്ങ് കൈപ്പു നിറച്ചു തന്നു. ഏറ്റുവാങ്ങൂ ഏറ്റുവാങ്ങൂ ഇന്നു പാപികൾ കല്ലെറിഞ്ഞുടയ്ക്കും മുൻപീ പാനപാത്രം. പിതാവേ പിതാവേ ഈ പാനപാത്രം തിരിച്ചെടുക്കേണമേ. പിതാവേ പിതാവേ ഈ പാനപാത്രം തിരിച്ചെടുക്കേണമേ. കവിത ആത്മാവിൻ്റെ സംഗീതമാണ്. ഗാനം ആത്മാവിൻ്റെ മർമ്മരമാണ്. മർമ്മരം മുതിർന്നത് മനസ്സിൻ്റെ ഉള്ളറകൾ തുറന്ന് ആ തുറവിയുടെ ഏറ്റമിറക്കങ്ങളിൽ ആത്മാവിൻ്റെ പേശികൾക്ക് ചെറിയ ചെറിയ ചലനങ്ങൾ സംഭവിക്കുമ്പോഴാണ്. ആത്മാവിൻ്റെ ചലനങ്ങൾ എന്ന് പറയുന്നത് വ്യക്തിസത്തയുടെ വീർപ്പുകളിലൂടെ പ്രകാശിതമാകുന്ന പൊരുളിൻ്റെയും സ്വീകാരത്തിൻ്റെയും പ്രത്യക്ഷ സാക്ഷ്യങ്ങളാണ്. നാം പ്രപഞ്ച സൃഷ്ടാവിൻ്റെ മുമ്പിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ എല്ലാ പൊരുളിൻ്റെയും ഉണ്മയുടെയും പ്രതീകമായവനെ കൈകൂപ്പി തൊഴുമ്പോൾ, അഭയത്തിനും സാന്ത്വനത്തിനും കാരുണ്യത്തിനുമായി നാം യാചിക്കുമ്പോൾ, നമ്മുടെ കൈക്കുമ്പിളിൽ സ്നേഹത്തിൻ്റെ അമൃത്, വാത്സല്യത്തിൻ്റെ അമൃത്, കരുതലിൻ്റെ അമൃത് ചൊരിഞ്ഞ് നമ്മുടെ ജന്മങ്ങൾ ധന്യമാകുമ്പോൾ, നാം ഓരോ ഗാനത്തിലൂടെയും, അത് ശോകഗാനമാകട്ടെ, പ്രണയഗാനമാകട്ടെ, പ്രാർത്ഥനാഗാനമാകട്ടെ, അല്ലെങ്കിൽ വെറും അക്ഷര
സമർപ്പണമാകട്ടെ. ജപം മാത്രകളെ പോലെ അവയുടെ വിശുദ്ധിയും അവ വിശുദ്ധമാകുന്നത് തന്നെ നമ്മുടെ ഹൃദയാർച്ചനയുടെ ഉള്ളറകളിലെ നന്മയുടെ നേർവിനിറിവ് കൊണ്ടാണ്. അവിടെ നമ്മുടെ അർത്ഥനകളാണ് സമക്ഷത്തിൽ സ്വീകരിക്കപ്പെടുന്നത്. ഓരോ ഗാനവും ഓരോ സമർപ്പണമാണ്, ഓരോ പ്രാർത്ഥനയാണ്. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം മുഖരാ